ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കില്ലേ? ഞാനിതാ സുഖമായിരിക്കണു. ഇന്നിപ്പോൾ ഇതാ രാവിലെ എണീച്ചു, ചായ കുടി കഴിഞ്ഞു, മുറ്റടി കഴിഞ്ഞു. പിന്നെ അടുക്കളയ്ക്ക് കയറി ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അടുക്കളയിൽ കയറി. ഇന്നിപ്പോൾ ബൂരിയും മുട്ടക്കറി ഉണ്ടാക്കണത്. അപ്പോൾ അതാ പരിപാടിക്ക് നോക്കി. ഞാൻ മുട്ട കുറുമ ഉണ്ടാക്കണത്. എണ്ണ ഒഴിച്ച് പട്ട, കറാമ്പൂ, ഏലക്കായ ഇടും. വലിയ ഉള്ളി, പിന്നെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, തക്കാളി, പച്ചമുളക്, മല്ലിയില, പിന്നെ അതിലേക്ക് പൊടി ഇടുന്നത് മല്ലിപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും ഇടും. പിന്നെ അതിലേക്ക് അത് തിളച്ച് വരുമ്പോൾ തേങ്ങയിൽ പെരിഞ്ജീരകം മീൻസ് വലിയ ജീരകം ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് അതൊഴിക്കും. അത് തിളയ്ക്കുമ്പോൾ മുട്ട പുഴുക്കി വെച്ചത് അതിലേക്ക് ഇടുമ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടോ. മുട്ട കുറുമ എങ്ങനെ ഉണ്ടാക്കുക, മുട്ട കറി വേണ്ടി ഉണ്ടാക്കുന്നത് അത് വേറെ രീതിയാണ്. അതിനെ പിന്നെ ഒരു ദിവസം കാണിക്കാം കേട്ടോ. പിന്നെ അതായത് തിളയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ പൂരിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കുട്ടി എണീച്ചിട്ടുണ്ട്, കുട്ടി വന്നു. പിന്നെ ഇക്ക വർക്കിന് പോകാൻ വേണ്ടി നിൽക്കണു. ഞായറാഴ്ചയായിട്ട് ഇക്കാക്കൊന്ന് വർക്കുണ്ട്, അതുകൊണ്ട് വലിയ സ്പെഷ്യലൊന്നും ഇല്ല. ഒക്കെ ഉണ്ടെങ്കിലേ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുള്ളൂ ഞായറാഴ്ച. ഞാനും കുട്ടീനല്ലേ ഉള്ളൂ. മീൻ വാങ്ങിയിട്ടുണ്ട്, മീൻ കറി വെക്കണം. പിന്നെ മുട്ടയിട്ടിട്ട് അത് തിളച്ചു. നല്ല തിളച്ച് വന്ന മുട്ടക്കറി ആയി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നന്നായിട്ടുണ്ടാവും. പിന്നെ അപ്പോഴേക്കും കുഴച്ച് വെച്ച പൂരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. കുട്ടി എണീച്ചിട്ടുണ്ടല്ലോ, അവൾക്ക് വേഗം കൊടുക്കണം. പൂരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ പൂരി. എനിക്കും കുട്ടിക്ക് നല്ല ഇഷ്ടമാണ്. ഇക്കാക്ക് പൂരിയോട് വലിയ താല്പര്യമില്ല. ഇക്കാക്ക് എപ്പോഴും ഇഡ്ഡലി ദോശ, എന്ന് ഇഡ്ഡലി ദോശ കൊടുത്താൽ ഇക്കാക്ക് അത് ഹാപ്പിയാണ്. പിന്നെ എന്നും ഇഡ്ഡലി ദോശയായാലും നമുക്കൊരു മടുപ്പ് വരില്ലേ. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ വെറൈറ്റി ഉണ്ടാക്കും. പക്ഷേ ഈസി പരിപാടി പറയാനൊക്കെ നമുക്ക് ഈ ഇഡ്ഡലി ദോശയൊക്കെ നല്ല ഈസി പരിപാടിയാണല്ലേ. പിന്നെ അതൊക്കെ ചുട്ടിട്ടെടുക്കുകയാണ്. എനിക്കില്ലേ, ഞാനിങ്ങനെ ഓട്ടക്കയിലും കൊണ്ടൊക്കെ എടുത്താലല്ലോ എനിക്കൊരു വ്യക്തതയായിട്ട് കിട്ടില്ല. ഈ പപ്പടക്കോലില്ലേ, അതുകൊണ്ട് നേരെ പൂരി കുത്തി എടുത്താൽ നല്ല വേഗം എടുക്കാൻ കിട്ടും. ഈ ചട്ടകത്തിൽ എനിക്ക് അങ്ങോട്ട് മറിച്ചിട്ട് ഭയങ്കര പ്രയാസവും. പിന്നെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കല്ലേ പറഞ്ഞിട്ട് പിന്നെ ചട്ടകം എടുത്തതാണ് കേട്ടോ. പിന്നെ വേഗം ചുട്ടെടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് പരിപാടി മത്തി വാങ്ങിയിട്ടുണ്ട്, അത് കറി വെക്കണം വിചാരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു മീനും ഉണ്ട്, ഏട്ടാവട്ടൊരു മീനുണ്ട്, അത് പൊരിക്കും വേണം. എനിക്ക് പൊരിച്ച മീനോട് വലിയ താല്പര്യം കുറവാണ്. ചാറിലിട്ട് തന്നെ നന്നായി കഴിക്കും. പിന്നെ അത്ര ഇഷ്ടപ്പെട്ട മീനാണെങ്കിൽ ഞാൻ കഴിക്കും. പിന്നെ മുട്ടക്കറിയൊക്കെ ആയി, പൂരിയൊക്കെ ആയി, ഞങ്ങൾ കഴിച്ചു. ഇക്ക പോയി. പിന്നെ ഇക്ക പോയത് ഞാൻ അടിച്ചു വാരി തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് നിന്നു. അപ്പോൾ വേഗം അടിച്ചു വാരിയാണ്. വേഗം അടിച്ചു വാരിയിട്ട് കഴിഞ്ഞതും തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ആ പരിപാടിക്ക് നിന്നു. ഞാൻ പിന്നെ ഈ മറ്റേ ഇതില്ലേ, നമ്മുടെ ഓലയും കൊണ്ട് ചെന്നണം, അതിലാണ് കേട്ടോ ചൂല്. എനിക്ക് അതിലാണ് ഇഷ്ടം. മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലൊക്കെ ഉണ്ട്, എനിക്ക് അതിലടിച്ചാൽ വലിയ തൃപ്തി കിട്ടില്ല. ഇതിലടിച്ചാൽ തന്നെ എനിക്ക് തൃപ്തി വരുള്ളൂ. എല്ലാവരും പറയും കേട്ടോ, ഇതുകൊണ്ട് അടിച്ചാൽ ടൈല് കേട് വരും എന്നൊക്കെ പറയും. പക്ഷേ എനിക്കെന്തോ ഇതിലടിച്ചാലാണ് ഇത് ഒരു തൃപ്തി കിട്ടുള്ളൂ. അപ്പോഴേക്കും ചോറൊക്കെ അവിടെ തിളച്ച് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഊറ്റി വെക്കണം. അത് ഊറ്റി വെച്ച് കഴിഞ്ഞിട്ടാണ് അത് ഇടയിൽ കൂടെ ഞാൻ നോക്കും. അതിലേക്കൊരു വിറകിട്ട് കൊടുത്താൽ അതിങ്ങനെ തിളച്ചായിക്കോളും. പിന്നെ അതിലേക്ക് തിരിയണ്ടല്ലോ, ഇടയ്ക്കൊന്ന് വെന്തോ നോക്കിയാൽ മതി. അതുപോലെ വെള്ളമൊന്ന് കമ്മിയായിട്ടുണ്ടോ നോക്കിയാൽ മതി. കുക്കറിൽ നമ്മളൊക്കെ ചോറ് വയ്ക്കുമ്പോൾ ഭയങ്കര പണിയാണില്ലേ. ഞാൻ കുക്കറിൽ വെക്കാറില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. അത് വെന്തോ നോക്കി ഊറ്റി വെച്ചു. എന്നിട്ട് തുടയ്ക്കാൻ വേണ്ടി നിന്നു. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജലദോഷം തലവേദനയൊക്കെ ആയിട്ട് വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇട്ടില്ല. അപ്പോൾ തുടയ്ക്കുകയാണ്. അങ്ങനെ തുടയ്ക്കാൻ വേണ്ടി നിന്നു. തുടച്ച് കഴിഞ്ഞിട്ട് ഇനി പോയി തിരുമ്പണം. തുടച്ച് കഴിഞ്ഞ് തിരുമ്പിക്കഴിഞ്ഞാൽ തിരുമ്പണമൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് ബാക്കിൽ പോകണം. ഒന്നാമത് ക്ലൈമറ്റിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്, അതുകൊണ്ട് തീരെ വയ്യ. സൗണ്ടിനൊക്കെ വലിയ വ്യത്യാസമുണ്ടല്ലേ. പിന്നെ അതൊക്കെ തുടച്ചെടുത്ത്. പക്ഷെ എത്ര ഇങ്ങനെ തുടയ്ക്കാണ്ടും മടിച്ച് വരണ്ടിരിക്കുന്നാൽ ഭയങ്കര ഒരു ഇടങ്ങാറാണ്. പിന്നെ വേഗമൊക്കെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കറി വെക്കണം. മീൻ നേരാക്കി വെച്ചിട്ടുണ്ട്. വലിയ മീൻ നേരാക്കിയിട്ടാണ് തന്നിക്കുന്നത്. പക്ഷെ മത്തി നമ്മൾ നേരാക്കണമല്ലോ. അപ്പോൾ അതൊക്കെ നേരാക്കി അതും വെച്ചിട്ടുണ്ട്. ഇടയിലിടയിൽ കൈക്ക് നമ്മുടെ ഉച്ചവരെ നമ്മുടെ കൈക്ക് ഒഴിവില്ലല്ലോ, നമ്മളങ്ങനെയല്ലേ. പിന്നെ അതൊക്കെ റെഡിയാക്കുമ്പോഴേക്കും മൺചട്ടി വെച്ചു. മീൻ കറി വയ്ക്കുക തന്നെ, സാധാ താളിച്ച് വെക്കണത് പോലെ തന്നെ കേട്ടോ. ചെറുള്ളി അധികം ഇടും ഞാൻ മീൻ കറിക്ക്. നല്ല ചെറുള്ളി, അത് കംപ്ലീറ്റ് ചെറുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. ചെറുള്ളി ചതച്ച് നല്ല ഇടും.
അത് ചതച്ചിട്ട വലിയ മീൻ വെക്കിക്കണമെങ്കിൽ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ചതച്ചിടും. മത്തി കറിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇടില്ല, കാരണം അതൊക്കെ ഇട്ടാൽ മത്തിൻ്റെ ആ ഫ്ലേവർ അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ അത് നന്നായി ഇളക്കിയെടുത്തിട്ട് പിന്നെ നമ്മളെപ്പോഴും സാധാ മീൻ കറി വെക്കണ പോലെ തന്നെ തക്കാളിയും പുളിയൊക്കെ പച്ചമുളക് കറിവേപ്പിലയൊക്കെ ഇട്ട് വെക്കുകയാണ്. തേങ്ങ ഒഴിക്കുക, മീൻ കൂട്ടുക. ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ടല്ലോ, നിങ്ങൾക്ക് അറിയണമല്ലേ. പക്ഷേ ഞാൻ വെക്കൽ ഇങ്ങനെയാണ് കേട്ടോ. വലിയ മീനിൽ മാത്രമാണ് അത് കൂട്ടുള്ളൂ, ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇതുപോലെ കേട്ടോ. അതാ ചെറുള്ളി വാടി വന്നപ്പോൾ 2 തക്കാളി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കും. പിന്നെ തക്കാളി നല്ല കാണിച്ചാൽ പുളി കുറച്ച് കമ്മിയാക്കും. പുളീൻ്റെ ഫ്ലേവർ നല്ല നിന്നാലൊരു ഇതല്ലേ. തക്കാളി ഇടും അത്യാവശ്യം 2-3 തക്കാളിയൊക്കെ ചില കൂട്ടാനിലേക്ക് ഇട്ടാലും പുളി കുറച്ച് കമ്മിയാക്കി ഒഴിക്കോളൂ. പിന്നെ അങ്ങനെ അതിൽ നിന്നു വെക്കേഷനായിട്ട് ഇപ്പോൾ എല്ലാവരും വിരുന്നൊക്കെ പോയില്ലേ. ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പള്ളിയിലവിടെ നേർച്ച വരുന്നുണ്ട്, അപ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ്. കുട്ടി പോയിട്ടുണ്ടായിരുന്നു, കുട്ടി വന്നു. പിന്നെ എന്താ ഇപ്പോൾ സ്കൂൾ തുറക്കാനായില്ലല്ലോ പെട്ടെന്ന്. എത്ര പെട്ടെന്ന് പൂട്ടി തുറക്കാനാവണില്ലേ സ്കൂളൊക്കെ. ഞാൻ പിന്നെ എൻ്റെ കുട്ടീനെ സ്കൂളിൽ ചേർത്തിയിട്ടില്ല, അതുകൊണ്ട് പിന്നെ അറിയില്ല. ഇനിയിപ്പോൾ സ്കൂളിൽ ചേർത്തിയാലായിരിക്കും വിരുന്ന് പോകേണ്ട വിവരങ്ങളൊക്കെ അറിയാമല്ലേ. പിന്നെ അതിലേക്ക് പൊടികൾ ഇട്ടു, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് നല്ല വാട്ടിയെടുക്കുക. അത് നന്നായി വാട്ടിയെടുത്താൽ എൻ്റെ ഇത് കറിവേപ്പില ഇല്ല കേട്ടോ, കറിവേപ്പില കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് കറിവേപ്പില ഇടാത്തത്. കറിവേപ്പില ഇട്ടാൽ നല്ല ഉണ്ടാവും കേട്ടോ. പിന്നെ ചാറ് ഇറക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടാൽ നല്ല മണം ഉണ്ടാവും. മല്ലിയില പിന്നെ നമ്മൾ മീൻ കറിക്ക് ഇടാറില്ലല്ലോ. ഞാൻ മീൻ കറി ഒഴികെ ബാക്കി എല്ലാത്തിലും മല്ലിയിലയും കറിവേപ്പിലയും ഇടും. എനിക്കതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഇഷ്ടമാണ്. പിന്നെ നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇന്നിപ്പോൾ ഒന്ന് കോങ്ങാടൊക്കെ പോയി വന്നു, കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. പർച്ചേസിങ് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, പിന്നെ കുട്ടിക്ക് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അങ്ങനെ പോയതാണ്. പിന്നെ പോയി വന്നിട്ട് ചായ കുടിച്ചു, അങ്ങനെ ഇരുന്നു. അതൊരു ഉച്ചവരെയുള്ള വിശേഷങ്ങൾ അതിലുള്ളൂ കേട്ടോ, അതിന് ശേഷമുള്ള ഇല്ല. ഞാൻ അതുവരെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ കുട്ടികൾ പോയി വന്നു, ചായ കുടിച്ചു, പിന്നെ ഭക്ഷണം കഴിച്ച് കടന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ മീൻ കറി നന്നായിട്ട് ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഞാൻ നല്ല കുറുക്കേനെ ചാറ് വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് അവിടെ തിളയ്ക്കുമ്പോഴേക്ക് ഇതപ്പുറത്ത് മീൻ വറക്കാനുള്ള മസാല തിരുമ്പാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ ഞാൻ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി കൂടി മുളക് പൊടിയൊക്കെ ഇട്ട് ഇന്നലെ കുറച്ച് മസാല പുരട്ടിയിട്ടുണ്ടായിരുന്നു മീനിൽ. ഇന്നലെ കൊണ്ടുവന്ന് കുറച്ച് പൊരിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ വേണം പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അതിന് മസാല ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ വേറെ മസാല കൂട്ടിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മിക്സിയിൽ നമ്മുടെ കുരുമുളകും വലിയ ജീരകവും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറിയുള്ളി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നല്ല മസാല ആക്കിയിട്ടാണ് എപ്പോഴും മീൻ മുളക് പുരട്ടുക. ഇപ്പോൾ ഉള്ളത് കൊണ്ട് പിന്നെ അത് ചെയ്തില്ല എന്ന് മാത്രം. ഞാൻ നല്ല കൈയോട് നല്ല കുഴച്ച് അതവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അപ്പോഴും കറി അവിടെ റെഡി ആയിട്ടുണ്ടാവും. മീൻ അതിലേക്ക് ഇടുക, തേങ്ങ ഒഴിക്കുക, അങ്ങനെയൊക്കെ പരിപാടി തന്നെ. അപ്പോൾ അവിടെ ആക്കി വെച്ചു. അപ്പോഴേക്ക് കറി നന്നായി തിളച്ച് വന്നിട്ട് മീൻ കൂട്ടി. മീൻ നല്ല മത്തി, നല്ല ചാള കെട്ടിയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ കേട്ടോ. മീനുകളിൽ നല്ല മീൻ പറയാനുള്ളത് എപ്പോഴും മത്തിയാണ്. മത്തിക്കാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ മത്തിയൊക്കെ ഇട്ടു. അത് നല്ലോണം തിളച്ച് വരുമ്പോൾ തേങ്ങ കൂട്ടും. എൻ്റെ ചാറിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ, കാരണം ഞങ്ങൾ ചെറിയ കുടുംബമല്ലേ, ഞങ്ങൾക്കത് മതിയല്ലോ. അപ്പോൾ പിന്നെ അത് തിളച്ച മീൻ കറിയായി. ഇപ്പോൾ നല്ല തിളയ്ക്കണം. മൺചട്ടി ആകുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഞാൻ മീൻ കറി മാത്രം മൺചട്ടിയിൽ വെക്കും, ബാക്കിയുള്ളതൊക്കെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് വെക്കാറ്. പരിപ്പ് കറി ആണെങ്കിലും പരിപ്പ് കറി വെച്ചിട്ട് അത് പരിപ്പ് വേവിച്ച് വെച്ചിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൽ തന്നെ വെക്കുക. പിന്നെ കുട്ടിക്കും എനിക്കും വേണ്ടിയുള്ള മീൻ വറുക്കുകയാണ്. പിന്നെ ഇപ്പോൾ മീൻ വറുത്ത് ഞങ്ങൾ രണ്ടാളും കൂടി ചോറ് വയ്ക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. മീനും വറുത്തു, അവൾക്ക് ചോറ് വാരി കൊടുക്കണം. നമ്മളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുളിച്ച് നിസ്കരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി ചോറ് വയ്ക്കും, പിന്നെ ഒരു ഉറക്കം. പിന്നെ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ എനിക്ക്. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് ചാനലാണ്. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ, കമൻറ്റൊക്കെ ഇടണം. നല്ല ചോറ് കേട്ടോ, ഞാൻ നല്ല ചോറ്.